ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാന്യരായ മന്ത്രിമാരെ, ബഹുമാന്യരായ നിയമസഭാ അംഗങ്ങളെ, ബഹുമാന്യരായ കുടുംബാംഗങ്ങളെ, ഈ മാജിക്കിൽ പങ്കെടുക്കുന്ന നിയമസഭയിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, 2005 ഈ നിയമസഭാ ലോഞ്ച് ഒരു മാജിക്കിന് അവസരമുണ്ടായിരുന്നു. നീണ്ട 10 വർഷത്തിന് ശേഷം ഇന്ന് വീണ്ടും ഒരു മാജിക്ക് കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ അനുഗ്രഹീത കലാകാരൻ മജിഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാടിനോട് ഒരു മാജിക്ക് അവതരിപ്പിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഇവിടെ മാജിക്ക് അവതരിപ്പിക്കുന്നതിന് വന്ന നമ്മുടെ സംസ്ഥാനവും രാജ്യവും മുഴുവൻ അറിയപ്പെടുന്ന, ഭാരതത്തിൻ്റെ അഭിമാനമെന്ന് തന്നെ പറയാവുന്ന, ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രശസ്ത മജിഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാടിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ അവതരിപ്പിക്കുന്നതിന് അദ്ദേഹം വന്നതിന് പ്രത്യേകം നിയമസഭയുടെ സന്തോഷം അദ്ദേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഈ മാജിക്ക് കാണുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്നത് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യരായ മന്ത്രിമാർ, പല മന്ത്രിമാരും കുടുംബത്തോടു കൂടിയാണ് വന്നത്. നമ്മുടെ ബഹുമാന്യരായ എല്ലാ മന്ത്രിമാരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യരായ കക്ഷി നേതാക്കന്മാരും MLA-മാരും അവരും പലരും കുടുംബത്തോടു കൂടിയാണ് വന്നത്. ഈ മാജിക്ക് കാണുന്നതിന് വന്ന എല്ലാ നിയമസഭാ സാമാജികരെയും കക്ഷി നേതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിയമസഭയിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, അതൊരു നല്ല നമ്പറുണ്ട്. ഇത് കാണുന്നതിനെത്തിയ മുഴുവൻ നിയമസഭയിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും മാജിക്കിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പത്രമാധ്യമങ്ങളെയും ദൃശ്യമാധ്യമങ്ങളെയും മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. മാജിക്ക് ആരംഭിക്കുകയാണ്.
Ladies and gentlemen, I am Gopinath Mutuka talking to you from the invisible world of incredible illusions. Welcome to the world of magic. നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, പ്രിയപ്പെട്ട MLA മാർ, നിയമസഭയിലെ പ്രിയങ്കരായ ഉദ്യോഗസ്ഥരെ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നിയമസഭയുടെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സ്പീക്കർ, മാധ്യമ സുഹൃത്തുക്കളെ, ഇത് ഒരു സൗഭാഗ്യമാണ്. ഒരു പക്ഷേ ഭാരതത്തിലെന്നല്ല ലോകത്തിൽ തന്നെ ഒരു മാന്ത്രികനും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം. ഇന്ന് ഈ ശ്രീകോവിലിൽ, ജനാധിപത്യത്തിന്റെ ഈ ശ്രീകോവിലിൽ, എൻ്റെ പ്രിയപ്പെട്ട മന്ത്രിമാരുടെയും MLA മാരുടെയും അതുപോലെ തന്നെ നിയമസഭാ സാമാജികരുടെയും മുമ്പാകെ ഈ ജാലവിദ്യാ പരിപാടി നടത്തുവാൻ ലഭിച്ച ഈ അവസരം ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്തമായി ഞാൻ കരുതുന്നു. അതിനുവേണ്ടി വേദിയൊരുക്കി തന്ന ബഹുമാനപ്പെട്ട നിയമസഭയുടെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ N. ശക്തൻ അവர்களോട് എനിക്കുള്ള നിസ്സീമമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം അത്ഭുതത്തിന്റെ ലോകത്തേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അത്ഭുതമാണ് എല്ലാ രസങ്ങളുടെയും ഉത്ഭവസ്ഥാനം എന്നൊരു ഭാരതീയ സിദ്ധാന്തമുണ്ട്. അത്ഭുതം കാണുമ്പോൾ നമുക്ക് ചിത്തവിസ്താരമുണ്ടാകുന്നു. നമ്മുടെ ചിത്തം വിസ്തൃതമാകുമ്പോൾ നാം കുഞ്ഞുങ്ങളെ പോലെയാകുന്നു, വീണ്ടും വീണ്ടും അത്ഭുതം കാണാൻ കൊതിക്കുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ എഴുതി ചേർത്തത്. അഗ്നിയിൽ താമരയായി വിടരുന്ന സീത, രണ്ടായി പിളർന്നിട്ടും സ്വയം ഒന്നു ചേർന്ന ജരാസന്ധൻ, ഒളികേരിയിലും ഉണ്ണിവായിലൊതുക്കുന്ന കൃഷ്ണൻ, ആഴിക്കുമേരി നടന്നു കാണിച്ച ക്രിസ്തു, വലിയ പാമ്പാക്കി മാറ്റിയ മൂസാ നബി, ഇങ്ങനെ പോകുന്നു പുരാണങ്ങളിലെ അത്ഭുത കഥാപാത്രങ്ങൾ. കാലം ചെല്ലുമ്പോൾ ഈ അത്ഭുത കല ഇന്ദ്രജാലം എന്ന പേരിൽ ഭാരതത്തിന്റെ തെരുവോരങ്ങളിലും രാജസദസ്സുകളിലും സ്ഥാനം പിടിച്ചു. പുരാണങ്ങളിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കാണിച്ചത് ഇന്ദ്രനാണ്. ഇന്ദ്രന്റെ ജാലം എന്ന അർത്ഥത്തിലാണ് ഇന്ത്യൻ മാജിക്കിന് ഇന്ദ്രജാലം എന്ന പേര് കൈവന്നത്. ഇന്ത്യൻ ജാലവിദ്യകളുടെ ഇന്ദ്രജാലത്തിന്റെ ഉത്സവമേളം കേൾക്കുവാൻ, ഉത്സവ ലോകം കാണുവാൻ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട നിയമസഭാ സാമാജികരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ജാലവിദ്യാ പരിപാടിക്ക് ഒരു സന്ദേശമുണ്ട്. പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും മറികടക്കുക എന്നുള്ള ശക്തമായ സന്ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സന്ദേശം. Ladies and gentlemen, first of all, we are presenting before you one magic, that is the magic of power.
വേഗതയാണ് മാജിക്കിന്റെ ജീവൻ. കാണികളുടെ കണ്ണുകളേക്കാൾ വേഗത്തിൽ മാന്ത്രികന്റെ കൈകൾ ചലിക്കണം. അതാണ് മാജിക്കിലെ ശാസ്ത്ര നിയമം. Dexterity is a speciality of magic. A magician's hand should move faster than the eyes of the audience. That is the scientific principle behind magic. Ladies and gentlemen, next we are presenting before you one magic with a tremendous speed. So, before that, ആരോഗ്യമുള്ള മനസ്സുകളിലാണ് സുന്ദരമായ സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ വേദിയുടെ മുൻഭാഗത്തേക്കുന്ന ആരുടെയോ ഒരാളുടെ മനോഹരമായ സ്വപ്നം ഈ പരിപാടി തുടങ്ങുന്ന എത്രയോ മുമ്പ് എഴുതി നിങ്ങൾക്കിടയിൽ തന്നെ ഒരു ഗ്ലാസ് കൊണ്ടിൽ അടച്ച് അതിന് സ്റ്റീൽ ബോക്സിനകത്ത് പൂട്ടിവെച്ചിരിക്കുന്നു. ആ പെട്ടി നിങ്ങൾക്കിടയിലുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദേർ ഓൺ ടോപ്പ്. കാൻ യു സീ ദി ബോക്സ്? ദാറ്റ് ഈസ് എ ഡ്രീം ബോക്സ്. ആരുടേതാണ് ആ മനോഹരമായ സ്വപ്നം എന്ന് തിരഞ്ഞെടുക്കുന്ന മുഹൂർത്തമാണ് ഇത്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ യുവതികൾക്കാണ് ഉജ്ജ്വലമായ സ്വപ്നങ്ങൾ കാണുവാൻ സാധിക്കുക. സോ ഐ നീഡ് സംബഡി ഫ്രം യുവർ സൈഡ്. ഹു ഇസ് ദാറ്റ്? ആൻഡ് ഫോർ എ റാൻഡം സെലക്ഷൻ ഹിയർ ഇസ് എ ബോൾ ഫോർ യു. ഞാൻ ഈ ബോൾ നിങ്ങൾക്കിടയിലേക്ക് എറിയുന്നു. ആരുടെ കയ്യിലാണോ ബോൾ വന്ന് വീഴുന്നത് അവർക്കാണ് യുവതിയെ തിരഞ്ഞെടുക്കാൻ അവസരം. സോ റെഡി ടു ക്യാച്ച് ദി ബോൾ? ഓൾറൈറ്റ്, ഹിയർ ഇറ്റ് ഈസ്. കം ഓൺ, catch it now. Throw that. You can throw that. Come on. Who got it? So, your names, please. So, Moyinkutti MLA, all right? Yes, wonderful, all sides. Sir, you can, a ball ingottu ariyam, ee bhagathekku. Throw that. Yes. All right. Who got it? What's your name? What's your name? What's your name? പറയാം. പേര് ഷൈനി. ഷൈനിക്ക് ചെയ്യേണ്ടത് ഷൈനി ബോൾ അറിയാം. ഒരു പെൺകുട്ടിയെ വേദിയിലേക്ക് അയക്കാം. You can select one young girl and you can send to the stage. Please. All right, wonderful, all right. Very good. Yes. നല്ലൊരു കയ്യടി കൊടുക്കാം നോക്ക്. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ഓക്കെ. എവിടെ സ്കൂളാ? ആര്യ സെൻട്രൽ സ്കൂൾ. വണ്ടർഫുൾ. ഓക്കെ. പേരെന്താ മോളുടെ? നീരജ. ഓക്കെ. നീരജ സുഖാണല്ലോ? ഓക്കെ. നോക്കിയ മുമ്പിൽ ആരൊക്കെ ഇരിക്കുന്നത്? ഒരുപാട് മന്ത്രിമാരും MLA-മാരും ഒക്കെ അല്ലേ നീരജ? ഓക്കെ. നീരജ, അങ്കിള് ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. ഒരുപാട് സ്വപ്നം കാണുന്ന കൂട്ടത്തിലാണോ? ആണ്. ഓക്കെ. നീരജയ്ക്ക് സ്വപ്നം കാണാനുള്ള ചെയറാണത്. കം വിത്ത് മീ. വരൂ പ്ലീസ്. കം ഓൺ. Sit down. All right. നീരജ കാണാൻ പോകുന്ന മനോഹരമായ സ്വപ്നമാണ് ഈ പരിപാടി തുടങ്ങുന്ന എത്രയോ മുമ്പ് എഴുതിയ ഒരു ഗ്ലാസ് സിലിണ്ടറിൽ അടച്ച് അതിനൊരു പെട്ടിക്കുള്ളിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ? The box is there. Yes. Okay. ഇനി നീരജയോട് അങ്കിളൊന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയണം. ഓക്കെ. ഏത് ഡേറ്റിനാണ് നീരജ ജനിച്ചത്? 9/7/2004. ജൂലൈ 7-ാം തീയതി. ജൂലൈ 9-ാം തീയതി. റൈറ്റ്? ഓക്കെ. ജൂലൈ 9-ാം തീയതി നീരജ എന്ന സുന്ദരിക്കുട്ടി പൂജാതയായി അല്ലേ? ഓക്കെ. ലോകത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? എവിടെ വേണമെങ്കിലാവാം. കേരളത്തിലാവാം, കേരളത്തിന് പുറത്താവാം, ഭാരതത്തിന്റെ പുറത്താവാം, ലോകത്തിന്റെ ഏത് കോണിലുമാവാം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ലാൻഡ്? ന്യൂയോർക്ക്. ഓക്കെ. ന്യൂയോർക്കിലൊക്കെ പോണം അല്ലേ? ഓക്കെ. നീരജ, ഓക്കെ, നീരജയുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരുടെ പേര് പറഞ്ഞേ. ഇഷ്ടപ്പെട്ട രണ്ട് ഫ്രണ്ട്സ്. ആഷ്ലി, ഗഗന. ആഷ്ലിയും ഗഗനയും. ഓക്കെ. ഓക്കെ. ഒറ്റ ചോദ്യം കൂടി. ജീവിതത്തിൽ ഇതുവരെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരിഷ്ട താരമാരാണ്? ഏത് രംഗത്തു നിന്നുമാവാം. രാഷ്ട്രീയം, സിനിമ, സംഗീതം, നൃത്തം, ഏത് രംഗത്തുമാവാം. ഹു ഈസ് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി? ലതാ മങ്കേഷ്കർ. വണ്ടർഫുൾ. ഓൾ റൈറ്റ്. ഓക്കെ. നീരജ, ഓക്കെ, 9-ാം തീയതി, ജൂലൈ മാസം 9-ാം തീയതി ജനിച്ചു. നീരജയ്ക്ക് പോവാൻ ആഗ്രഹമുള്ള ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ഓക്കെ. ഗഗനയും ആഷിയുമാണ് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ. ലതാ മങ്കേഷ്കറാണ് കാണുവാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടതാരം. റൈറ്റ്? നീരജ, ഇതൊക്കെയാണ് എത്രയോ മുമ്പ് എഴുതിയ പെട്ടിക്കുള്ളിൽ തൂങ്ങിക്കിടക്കുന്നത്. Can you believe that? Can you believe that? You have to believe that. Come with me that side. All right. And
Neeraja, here is a dream box. Can you see a printed paper inside? A printed paper. Alright, we'll take it out. Take it out. Alright. ഇനി നീരജയ്ക്ക് അതിലെഴുതിയ കാര്യങ്ങൾ മൈക്ക് ചുണ്ടിനോട് ചേർത്ത് ഉറച്ചു വായിക്കാം. എന്റെ ജന്മദിനമായ ജൂലൈ 9 വിസ്മയകരമായ ആ സ്വപ്നം ഞാൻ കണ്ടത്. ജൂലൈ 9, that is your birthday. Perfect. Alright, proceed. ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. Okay. ആരൊക്കെയോ പന്തു തട്ടി കളിക്കുന്നതിന്റെ അവ്യക്തമായ ചിത്രങ്ങൾ ഓർമ്മയിലുണ്ട്. Okay. മോയിൻകുട്ടി ഷൈനിയുടെയും മോയിൻകുട്ടി സാറാണ് ഷൈനി. That's for you. All right, proceed. Yeah. മുഖം മാത്രമേ തെളിയുന്നുള്ളൂ. All right. നീരജ എന്ന വിളി കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. Okay. പിന്നെ ചുരിദാർ ധരിച്ച് മാന്ത്രിക പരവതാനിയിലേറി ആകാശത്തിലേക്ക് പറന്നുയർന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരായ ആഷ്നിയും ഗഗനയും ഇഷ്ടതാരം ലതാ മങ്കേഷ്കറും ഒക്കെ കൈവീശി യാത്രയാക്കുന്നുണ്ട്. പറന്നിറങ്ങിയത് ന്യൂയോർക്കിന്റെ മണ്ണിലാണ്. അവിടെ മഞ്ഞ നിറത്തിലുള്ള ബൈക്കുമായി പ്രിയപ്പെട്ട മാന്ത്രികൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആ ബൈക്കിലേറി അനന്തതയിലേക്ക് ഞങ്ങൾ യാത്ര. എന്തൊക്കെ സ്വപ്നം കണ്ടു കൂട്ടും. നമ്മൾ ബൈക്കിലൊക്കെ പോയ ന്യൂയോർക്കില് ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഓർമ്മയുണ്ടോ? ഒരു നമ്പർ പറയാം, 1 നും 10 നും ഇടയിലുള്ള നമ്പർ. എന്റെ നമ്പർ പ്ലീസ്. 9. Okay, sir, you can say one number. Sir, ഒരു നമ്പർ 7. Okay, 97. And sir, you can say one number, sir. 6. 976. And one English alphabet. B. Okay, B976. That is registration number. Remember that. B976. Right? Now, move the chairs. Number is B976, right? Now sit down there. What is there on the bottom? Nothing is empty, right? Do you want to see the back? Show the back. Please show the back. Neeraja, come with me. All right. And come inside. Open the door.
I'll make you more happy. And here is an autograph from my side. See the registration number. It is B976, right? Thank you. That's for you. Music nalla kaiyadi kodukam, please. വേഗതയാണ് മാജിക്കിന്റെ ജീവൻ. കാണികളുടെ കണ്ണുകളേക്കാൾ വേഗത്തിൽ മാന്ത്രികന്റെ കൈകൾ ചലിക്കണം. അതാണ് മാജിക്കിലെ ശാസ്ത്ര നിയമം. Dexterity is a speciality of magic. A magician's hand should move faster than the eyes of the audience. That is the scientific principle behind magic. Next, we are presenting before you one magic with a tremendous speech. So, don't blink your eyes. Are you ready? Are you ready? Okay, fasten your seatbelt as we take off to a world of excitement, enjoyment, and entertainment. Here we go! Thank you so much. And next is a beautiful paper magic. This magic is the Hindu newspaper. So you can see here the newspaper, Hindu, and minimum 4 sheets are reserved for this number. So you can count this. This is the first sheet. And here is the second sheet. And here is the third sheet. And this is last and fourth sheet. So my dear friends, I'm introducing before you paper with the 4 sheets. Once again, count it here. First sheet, second sheet, third sheet, and fourth sheet. Now my dear friends, I'm turning this paper along its middle like this. Then we get 4 loads in separate sheets. Once again, hold this paper, and once again, I'm turning this paper along its middle. Okay. A bundle of newspaper pieces. And what's paper magic? It's so simple. You can see here number 1, 2, 3.
Stone walls do not a prison make. No iron bars a cage. ഈ വലിയ തത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വിശ്വവിഖ്യാത ജാലവിദ്യക്കാരനായിരുന്ന ഹാരി ഹുദിനിയാണ്. ചങ്ങലകൾക്കും പൂട്ടുകൾക്കും തളയ്ക്കുവാനാവാത്ത ഹാരി ഹുദിനി, രക്ഷപ്പെടൽ ജാലവിദ്യയുടെ ഉപജ്ഞാതാവ്. റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞാലും ജയിലറിക്കുള്ളിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാലും നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു ഹുദിനി എന്ന മഹാമാന്ത്രികൻ. അദ്ദേഹം ഈ തത്വം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അതിനകത്ത് മാജിക്കിന്റെ സാങ്കേതികത്വം മാത്രമായിരുന്നില്ല, നാം അറിഞ്ഞിരിക്കേണ്ട അനുസരിക്കേണ്ട വലിയ സത്യം അതിനകത്തുണ്ടായിരുന്നു. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. പ്രതിസന്ധികളെ തട്ടിത്തെറിപ്പിച്ച് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് ഹുദിനി നമ്മളോട് പറഞ്ഞു. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ജയിലറയിൽ കിടക്കുമ്പോഴും അവർ മുന്നിൽ കണ്ടത് കൽത്തുറുണ്ടായിരുന്നില്ല, കാരാഗ്രഹമായിരുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ മഹത്തായ ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചായിരുന്നു അവർ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഒരു സാമ്രാജ്യത്വ ശക്തിയെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് തുരത്തി ഓടിച്ച് നമുക്ക് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ മഹാത്മാക്കൾക്ക് സാധിച്ചത്. മഹാത്മാഗാന്ധിയുടെ സത്യം ഹുദിനി വിളിച്ചു പറഞ്ഞ തത്വം ഒരു മാജിക്കിലൂടെ രംഗത്ത് അവതരിപ്പിക്കുന്നു. ആൻഡ് ദി മാജിക് ഈസ് ദി ഹുദിനി ബോക്സ്. മാജിക്കിന് ഉപയോഗിക്കുന്ന ചില സാമഗ്രികൾ, പെട്ടി, ചാക്ക, ലോക്കുകൾ എന്നിവ പരിശോധിക്കുന്നതിന് വേണ്ടി അതിവിശിഷ്ടരായ ചില വ്യക്തികളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. ശ്രീ MA ബേബി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ഇനി ഈ നിയമസഭയുടെ പ്രിയപ്പെട്ട ആരാധനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ N ശക്തൻ അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഓരോ കാര്യങ്ങളും വ്യക്തമായും ശക്തമായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദിത്വം. സോ ആദ്യമായി ഞാൻ CM-നെ ഏൽപ്പിക്കുന്നത് ഒരു ലോക്കാണ്. ഈ ലോക്ക് പൂട്ടിക്കഴിഞ്ഞാൽ താക്കോൽ ഇല്ലാതെ തുറക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം പരിശോധിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. ബഹുമാനോട് ബേബി സാറിനും ഇതേ അവസരം തന്നെയാണ് തരുന്നത്. ലോക്ക് പൂട്ടിക്കഴിഞ്ഞ ശേഷം താക്കോൽ ഇല്ലാതെ തുറക്കാൻ സാധിക്കുമെന്നുള്ള അവസരം. സിംപ്ലി ലോക്ക് ഇറ്റ്. പെർഫെക്റ്റ് സർ, പെർഫെക്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനിയും ഞാൻ ബഹുമാനപ്പെട്ട ശക്തൻ സാറിന്റെ സഹായമാണ് അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ഒരു ചാക്കുണ്ട്, ചാക്ക് പരിശോധിക്കാം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പഴുതുകളുണ്ടോ, അറകളോ സിബുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് വന്ന് പരിശോധിക്കാം. You can put your hand into that and check inside. Is there any hole, any trapdoors, anything? Okay, right. ഇനിയുള്ളത് ഈ ജാലവിദ്യക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോക്സ് ആണ്. ബോക്സിന്റെ ഓരോ ഭാഗവും ആദ്യമായിട്ട് അകത്ത് പരിശോധിക്കാം സാർ. Perfectly wooden box, all the sides. Wonderful. All right. Okay. ഇനി അതിന്റെ പിൻഭാഗം ഒന്ന് കാണിക്കാം. ബാക്ക് സൈഡ്. You can check the back side, sir. Please check it now. Check it now. All right. അതിന്റെ bottom side. ഈ ഭാഗം പരിശോധിക്കാം സർ വ്യക്തമായി പ്ലീസ്. പെർഫെക്റ്റ്. തീർച്ചയായിട്ടും ഈ സ്റ്റേജിന് ഹോളോ ഒന്നുമില്ല എന്നുള്ള കാര്യം നമ്മളെക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നിയമസഭയുടെ വേദിയാണ് ഇത്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഈ ബോക്സിനകത്ത് എന്നെ പൂട്ടുവാനുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട CM-നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ചാക്കിനകത്ത് കെട്ടിക്കഴിഞ്ഞ ശേഷം 3 പേരും ചേർന്ന് ഇതിനകത്ത് ലോക്ക് ചെയ്യണം. ഞാൻ ചാക്കിനകത്തുണ്ടാവും, പെട്ടിക്കകത്തുണ്ടാവും, മൈക്ക് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. 20 സെക്കൻഡാണ് സമയം. അതിനുള്ളിൽ എന്തെങ്കിലും കാരണവശാൽ രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മൈക്കിൽ വിളിക്കുന്ന സമയത്ത് ദയവായി തുറന്നു തരണം. അത് മാത്രമാണ് ഉത്തരവാദിത്വം. താക്കോൽ അങ്ങയുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഓൾറൈറ്റ്, ഓക്കെ.
പെട്ടിക്കുള്ളിൽ ഇപ്പോൾ ഞാൻ സുരക്ഷിതനാണ്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി, ഒരു ഭാഗത്ത് ബേബി സാർ, മറ്റൊരു ഭാഗത്ത് സ്പീക്കർ, മുന്നിൽ മുഴുവൻ നിയമസഭാ സാമാജികർ. എങ്കിലും ഇന്ദ്രജാലം ഇതാണ്. വാച്ച് 1, 2. താങ്ക് യു സോ മച്ച്. ഇപ്പോഴും സീമ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് നോക്കുന്നത്. ഈ ഡ്രസ്സിന്റെ നിറം കൂടി മാറിപ്പോയത് മറ്റൊരു മുതുകാട് അകത്തുണ്ടോ എന്ന് സംശയം. ഉണ്ട് സാർ, മറ്റൊരു മുതുകാട് അകത്തുണ്ട്. We can open it. Back side, all the sides. So, open it. Yep. This is my son. എൻ്റെ മകൻ. This my മുതുകാട്, മറ്റൊരു മുതുകാട്. കൊടുക്കാം. CM-ന് ഒരു കോപ്പി, സാറിന് ഒരു കോപ്പി, ദേവി സാറിന് കോപ്പി. Thank you, sir. Thank you so much. Thank you so much. Thank you so much. ജാലവിദ്യ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായുള്ള ഒരു ഉപാധിയല്ല, നേരെ മറിച്ച് സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ പകരുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു മാധ്യമമാണ് ഇന്ദ്രജാലം. ഇവിടെ ഞാൻ ഓർക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജാലവിദ്യകൾ അവതരിപ്പിക്കുന്നതിന്റെ കാര്യമാണ്. തീർച്ചയായും ഓരോ ഗവൺമെന്റും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ജാലവിദ്യ എന്ന് പറയുന്ന കലയെ ആയുധമാക്കിയിട്ടുണ്ട്. 1990-ൽ നമ്മുടെ കേരളം സമ്പൂർണ്ണ സാക്ഷരതാ വർഷം ആയി പ്രഖ്യാപിക്കുന്ന സമയത്ത്, സമ്പൂർണ്ണ സാക്ഷരത കേരളമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ AK നയനാർ ആണ് ആദ്യമായിട്ട് ഇന്ദ്രജാലത്തെ ഒരു കല എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അക്ഷരം എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തി ജനങ്ങളിലേക്ക് പകരുന്നതിന് വേണ്ടി അക്ഷരജാലം എന്ന് പറയുന്ന ഒരു പരിപാടി രൂപപ്പെടുത്തി അവതരിപ്പിക്കാൻ വേണ്ടി ആദ്യം അവസരം തന്നത്. സഖാവ് AK നയനാരോട് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തുള്ള നന്ദിയും കടപ്പാടും സൂക്ഷിക്കുന്നു. V.S. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ജാലവിദ്യയെ മാധ്യമമാക്കി കേരളത്തിലുടനീളം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട K. ബാബു മിനിസ്റ്റർ, അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സ്റ്റോപ്പ് സാഡ് എന്ന് പറയുന്ന ഒരു പരിപാടി രൂപപ്പെടുത്തി അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ സഹായത്തോടു കൂടി തന്നെ ആ പരിപാടി കേരളത്തിലുടനീളം അവതരിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ സമൂഹ നന്മയ്ക്ക് വേണ്ടി മാജിക്കിനെ ഒരു ആയുധമാക്കുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ മാജിക്കിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്ന് ഒരു ജാലവിദ്യ അതിന്റെ ഉദാഹരണമായിട്ട് അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട K. ബാബു മിനിസ്റ്റർ, എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട്. സ്റ്റോപ്പ് സാഡ് എന്ന പരിപാടിയിൽ അന്ന് അവതരിപ്പിച്ച ഏതാനും ജാലവിദ്യകൾ. കാരണം മദ്യത്തിന്റെ നയം എന്ത് എന്നുള്ളതല്ല, മദ്യനയം എന്ത് എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, കേരളത്തിൽ ആളുകൾ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മദ്യം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തിന് ഇങ്ങനെ മദ്യം കഴിക്കുന്നു എന്നൊരു മദ്യപനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ പറയുന്ന ഉത്തരമുണ്ട്, ഒരു സുഖത്തിന് വേണ്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു സുഖക്കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമുക്ക് ഒരു ലഹരി വേണം. ആ ലഹരി എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയായിരിക്കണം. എനിക്കൊരു ലഹരിയുണ്ട്, അത് എൻ്റെ ഇന്ദ്രജാല ലോകമാണ്. ഞാൻ ഒരു കഥ നിങ്ങളോട് പറയുന്നു. സത്യപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥ. സത്യപാലൻ നല്ലൊരു വീട്ടിൽ ജനിച്ച്, നല്ലൊരു ഗ്രാമത്തിൽ ജനിച്ച്, അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനായി വളർന്ന സത്യപാലൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതുവരെ മിടുമിടുക്കനായി വളർന്നു. ഒരു ഗ്രാമത്തിന് മുഴുവൻ പ്രതീക്ഷയായിരുന്നു അവൻ. കായിക രംഗത്തും കലാരംഗത്തും അവൻ പ്രാവീണ്യം തെളിയിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ പ്രലോഭിപ്പിച്ചപ്പോൾ ഒരു ഡോസ് മയക്കുമരുന്ന് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെച്ചു. അവിടെ തുടങ്ങുന്നു സത്യപാലന്റെ കഥനകഥ. ആ കഥയാണ് ഈ ഇന്ദ്രജാലം. കാണുക സത്യപാലന്റെ കഥ.
അതേ സത്യപാലൻ. പക്ഷേ അവന്റെ രൂപവും ഭാവവും കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ആകെ മാറിയിരിക്കുന്നു. അവൻ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ്. കായികരംഗത്തോ കലാരംഗത്തോ താല്പര്യമില്ലാതെ, പഠനത്തിൽ ശ്രദ്ധിക്കാതെ അവൻ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ മദ്യവും മയക്കുമരുന്നും തേടി അലയുകയാണ്. എങ്ങനെയാണ് ഒരാൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവുന്നത്? ആരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് മദ്യം കഴിച്ചുകൊണ്ടല്ല. നേരെ മറിച്ച് പ്രലോഭനങ്ങൾ, സാഹചര്യങ്ങൾ, സിനിമയിൽ കാണുന്ന ദൃശ്യങ്ങൾ, ടെലിവിഷനിൽ കാണുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ കണ്ട് മദ്യമാണ് ടെൻഷൻ അകറ്റാനുള്ള വഴിയെന്ന് തെറ്റിദ്ധരിച്ച് ഇത്തിരി മദ്യം, അവിടെയാണ് തുടക്കം. കുറച്ച് മദ്യം. അത് ഹോസ്റ്റലിൽ കൂട്ടുകാരോടൊപ്പം താമസിക്കുന്ന സമയത്ത് പരമരഹസ്യമായി ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ മുറിയുടെ വാതിലടച്ച് ആരും കാണാതെ ഇത്തിരി മദ്യം, അവിടെയാണ് തുടക്കം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും സ്വഭാവം മാറും. കാരണം മദ്യം നേരിട്ട് അഫക്ട് ചെയ്യുന്ന തലച്ചോറിനെയാണ്. രക്തത്തിലേക്കാണ് അത് അലിഞ്ഞു ചേരുന്നത്. തലച്ചോറ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും മദ്യം കഴിക്കുവാൻ. അതാണ് മദ്യത്തിന്റെ ശക്തി. അപ്പോഴേക്കും ഗ്ലാസിന്റെ വലിപ്പം ഇത്തിരി കൂട്ടും. പരമരഹസ്യമായ മദ്യം കഴിച്ചിരുന്ന വ്യക്തി ആര് കണ്ടു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ളൊരു ഭാവത്തിലേക്ക് മാറും. മദ്യത്തിന്റെ അളവ് കൂടും. ചെറിയ ഗ്ലാസിന് പകരം കുറെ കൂടി വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം നിറഞ്ഞു കവിയുന്നു. കുഞ്ഞു ഗ്ലാസിന് പകരം വലിയ ഗ്ലാസ്. അതാണ് മദ്യത്തിന്റെ ശക്തി. മദ്യം അയാളെ തോൽപ്പിച്ചു കഴിഞ്ഞു. അയാൾ സാവധാനം മദ്യത്തിന് അടിമയായി തുടങ്ങുന്നു. മറ്റു കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ അയാൾ മദ്യം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിൽ മുഴുവൻ മദ്യം തേടി അലയുന്നു. മദ്യത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ളൊരു ഭാവത്തിലേക്ക് അയാൾ മാറുന്നു. പണം ഇരന്നു വാങ്ങുന്നു, കടം ചോദിക്കുന്നു, വീട്ടുകാരെ ആക്രമിക്കുന്നു, പല കാര്യങ്ങളും ഉണ്ടാവുന്നു. മദ്യത്തിന്റെ അളവ് വീണ്ടും കൂട്ടിക്കൊണ്ടുവരും. ഒക്കേഷനുകൾ വീണ്ടും വർദ്ധിപ്പിക്കും. ചെറിയ ഗ്ലാസിന് പകരം കുറെ കൂടി വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം നിറഞ്ഞു കവിയുന്നു. മദ്യത്തിന്റെ അളവ് വീണ്ടും കൂടുന്നു. ഇതാണ് മദ്യത്തിന് ഒരാളെ കീഴ്പ്പെടുത്തുവാനുള്ള കഴിവ്. മദ്യം ഏറ്റവും വലിയ വിഷമാണ്. ഏറ്റവും വലിയ വിഷം. മദ്യത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവന്ന് അയാൾ മദ്യത്തിന് പൂർണ്ണമായും അടിമയായി എപ്പോഴും മദ്യം കഴിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറുന്നു. ഗ്ലാസിന്റെ അളവ് കൂടുന്നു, ഒക്കേഷനുകൾ കൂടുന്നു, മദ്യത്തിന്റെ അളവ് വീണ്ടും വർദ്ധിക്കുന്നു. അങ്ങനെ ചെറിയ ഗ്ലാസിന് പകരം വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം നിറഞ്ഞു കവിയുന്നു. ഓർക്കുക, ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ തുടങ്ങിയ മദ്യപാനമാണ് ഇന്നൊരു വലിയ ഗ്ലാസ്സിൽ എത്തി നിൽക്കുന്നത്. പിന്നീട് അയാൾ ഗ്ലാസ്സിൽ പോരാ എന്നൊരു തോന്നൽ. അങ്ങനെ കുപ്പിയിലേക്ക് അഭയം തേടുന്നു. ഒരു ചെറിയ കുപ്പി, പിന്നീട് രണ്ടാമത്തെ കുപ്പി, പിന്നീട് കുപ്പികൾ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് കാണുക. ഇതാണ് മദ്യത്തിന്റെ ശക്തി. മദ്യത്തിന് ഒരാളെ വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നു. നമ്മുടെ സത്യപാലനും വിഭിന്നനല്ല. അയാൾ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ മദ്യം തേടി അലയുകയാണ്. എല്ലാം നഷ്ടപ്പെടുത്തി അയാൾ ഇന്ന് ഒരു ക്യാൻസർ രോഗിയാണ്. രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തി ഒന്നും നോക്കാതെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ആർക്കും വേണ്ടാതെ ആരാൾക്കും വേണ്ടാതെ അയാൾ ഇന്ന് അലയുകയാണ്. കാണുക സത്യപാലന്റെ അവസാന ചിത്രം ഇവിടെ.
സത്യപാലന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളക്കരയിൽ പെരുകി പെരുകി വരുന്ന 1000 സത്യപാലന്മാരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അത് ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഇവിടെ നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നിഷ്കളങ്കരായി ഭൂമിയിൽ പിറന്നു വീഴുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും ബോധവൽക്കരണമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, ആരൊക്കെ പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം തൊടുകയില്ല, ഒരു സിഗരറ്റ് പോലും വലിക്കുകയില്ല, ഒരു മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുക എന്നുള്ള നിശ്ചയദാർഢ്യം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അത് നമ്മുടെ കേരളത്തിന്റെ സ്വപ്നമാണ്, നമ്മുടെ ഭാരതത്തിന്റെ സ്വപ്നമാണ്, മലയാളികളുടെ സ്വപ്നമാണ്. അതിന് എല്ലാവരുടെയും സമ്പൂർണ്ണ സഹകരണം ഉണ്ടാവണം എന്നുള്ളതാണ് പ്രാർത്ഥന. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട തകർന്നടിഞ്ഞ ജീവിത കഥകളല്ല, നേരിമറിച്ച് വിജയിച്ചവരുടെ കഥകൾ, ഈ ഭൂമിയിൽ വിജയം കൊയ്തവരുടെ കഥകൾ. സംഗീത ലോകത്ത് അന്നും ഇന്നും എന്നും ഒരു ഗന്ധർവനായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട KJ യേശുദാസ്, ചിത്രത്തിന്റെ ലോകത്തു നിന്നും ചരിത്രത്തിന്റെ ലോകത്തേക്ക് നടന്നു കയറിയ രാജാ രവിവർമ്മ. ഇവിടെ രവിവർമ്മയുടെ മനോഹര ചിത്രവും ദാസേട്ടന്റെ ശബ്ദവും സമന്വയിക്കുന്നു. ഒപ്പം ഇന്ദ്രജാലം ഒരു മേമ്പൊടിയായി ചേരുന്നു. ദാസേട്ടന്റെ ശബ്ദവും രവിവർമ്മ ചിത്രവും ഒപ്പം ഇന്ദ്രജാലവും കാണുക. ഒരു സംഗീത വിസ്മയം ഇവിടെ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞുറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ
സന്ധ്യകൾ മരവുറിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുറിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. എന്റെ കുട്ടിക്കാലം മുതൽ ഇന്നുവരെയുള്ള എന്റെ മാന്ത്രിക രംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം അറിയുന്ന ഒരാൾ ഈ വേദിയുടെ മുൻഭാഗത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ അരിയാടൻ മുഹമ്മദ്. നിലമ്പൂരിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എന്റെ വീടുമായും വീട്ടുകാരുമായും നാട്ടുകാരുമായും എല്ലാം അത്രമാത്രം ബന്ധം സൂക്ഷിക്കുന്ന, മാജിക് രംഗത്തെ എന്റെ ഓരോ കാൽവെപ്പും അത്രമാത്രം അറിയാവുന്ന ഒരാളാണ് ശ്രീ അരിയാടൻ മുഹമ്മദ്. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടുകൂടി കുഞ്ഞാക്ക എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ആര്യാടൻ സാറ്. വളരെ കുട്ടിക്കാലത്ത് മാജിക്കിന്റെ അത്ഭുത ലോകത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് ആണ് എന്റെ സ്വദേശം. അന്നത്തെ എന്റെ സ്വപ്നം അടിക്കാൻ വരുന്ന മാഷിന്റെ കയ്യിലുള്ള ചൂരൽപടി അപ്രത്യക്ഷമാക്കലും വെള്ളാരങ്കല്ല് വിറക്കി എന്റെ മുത്തുകിടത്തിയുടെ മുമ്പിൽ മിഠായി ഉണ്ടാക്കി കൊടുക്കലുമൊക്കെയായിരുന്നു. പിന്നീട് മനസ്സിലായി മാജിക് അതൊന്നുമല്ല, മാജിക് വെറും ശാസ്ത്രം മാത്രമാണ് എന്നുള്ളത്. ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ സുന്ദരമായ ഒരു കല. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് കവളമുക്കട്ട എന്ന ഗ്രാമം. എന്റെ അച്ഛൻ ഒരു ജന്മിയുടെ പാടത്തൊരു സാധാരണ കർഷകനായിരുന്നു. കുട്ടിക്കാലത്ത് വൈകുന്നേരങ്ങളിൽ കന്നുകൂട്ട് കഴിഞ്ഞ് വന്നാൽ എന്നെ മടിയിലിരുത്തി അച്ഛൻ പറയുന്ന കഥകൾ, ആ കഥകൾക്കെല്ലാം മാന്ത്രിക സ്പർശമുണ്ടായിരുന്നു. ഒരുപക്ഷെ എന്റെ അച്ഛനാണ് എന്നെ മാന്ത്രിക ലോകത്തേക്ക് കൊണ്ടുവന്നത്. പിന്നീട് താൽക്കാലികമായി തിരുവനന്തപുരത്തേക്ക് ഞാൻ ചേക്കേറിയെങ്കിലും ഇന്നും എന്റെ ഓർമ്മകൾ നിലമ്പൂരിന്റെ മണ്ണിലുണ്ട്. അമ്മയുടെ മുലപ്പാലിന്റെ രുചി ഇന്നും എന്റെ നാവിലുണ്ട്. പരീക്ഷക്കാലം അടുക്കുമ്പോൾ അമ്മ പുലർച്ചയ്ക്ക് വന്ന് വിളിക്കും, "ഗോപി എണീക്ക്." മുഖം കഴുകി തെക്കിനിയിലെ ചെമ്മണ്ണ് തേച്ച നിലത്ത് മലർന്നു കിടന്ന പുസ്തകം വായിക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്നും ഊതിവിടുന്ന പുക കരിപിടിച്ച ജനലഴികൾക്കിടയിലൂടെ ഒഴുകി വരുന്നത് കാണാം. ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട് ആ പുക പോലെ അങ്ങനെ അങ്ങനെ കടന്നുപോകാനാകാത്ത വഴികളിലൂടെ കടന്നുപോകാൻ സാധിച്ചെങ്കിൽ എന്നുള്ളത്. Ladies and gentlemen, respected members, next we are present before you one magic that is fleeing through a rotating fan.
Martin Rita Illusion. Who is that? What do you want, man? മൂന്ന് വഴികളാണ് മാജിക് പഠിക്കുവാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, the first one is very important one, that is practice. You have to practice. And the second one is more important one, practice. And the third one is the most important one, that's also practice. Practice and practice. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എല്ലാ മന്ത്രിമാരെയും എല്ലാ MLA-മാരെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഈ വേദിയിൽ നിന്നുകൊണ്ട് ഒരു സുന്ദരമായ ജാലവിദ്യ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. So ready for that? Okay, and for this magic, Samir, please bring the table, come on. So my friends, ഈ മാജിക് പഠിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. And the first one is a red silk handkerchief. Second one, a left hand. ആദ്യമായി മാജിക്കിന്റെ പ്രസന്റേഷൻ കാണിക്കാൻ പിന്നീട് മാത്രമേ രഹസ്യം പറഞ്ഞു തരൂ. എന്റെ കൈകളിലേക്ക് സൂക്ഷ്മതയോടുകൂടി നോക്കിയിരിക്കണം. ആദ്യമായി സിൽക്കിനെ ഇടതുകൈക്കും വലതുകൈക്കും ഇടയിൽ വെച്ചതിന് ശേഷം ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് ഒരു ബാളിന്റെ രൂപത്തിലേക്ക് ഞാൻ മാറ്റുന്നു. ഏറ്റവും ചെറിയ രൂപം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സിൽക്കിനെ ഇടതുകൈയിൽ വെച്ചതിന് ശേഷം വലതുകൈ മാറ്റണം. ടേബിളിൽ നിന്ന് മാച്ച് പൗഡർ കയ്യിലെടുക്കണം. ഇടതുകൈയിലേക്ക് സിൽക്കിന്റെ മുകളിലായി വിതർന്നു പോലെ ആക്ഷൻ കാണിക്കണം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സിൽക്ക് എവിടെ ഇരിക്കുന്നു? Tell me. Not in the right hand. Not even the table, the silk is in the left hand. Actually, this is not the real presentation of this magic. I want to know whether you are listening here or not. So all of you are concentrating well. Thank you so much. But remember, the more you watch, the less you see. യഥാർത്ഥ പ്രസന്റേഷന് വേണ്ടി ഈ സിൽക്കിനെ ഇടതുകൈക്കും വലതുകൈക്കും ഇടയിൽ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് ഞാൻ മാറ്റുന്നു. അതിനുശേഷം സിൽക്കിനെ ഇടതുകൈയിൽ വെച്ചതിന് ശേഷം വലതുകൈ മാറ്റണം. കാണികൾ ആവശ്യപ്പെടുന്ന പക്ഷം വലതുകൈ ധൈര്യമായിട്ട് തുറന്നു കാണിച്ചു കൊടുക്കാം. ടേബിളിൽ നിന്ന് മാജിക് പൗഡർ കയ്യിലെടുക്കുന്നു. ഇടതുകൈയിരിക്കുന്ന സിൽക്കിന്റെ മുകളിലായി വിതർന്നുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു. ഇനി ഞാൻ ചോദിക്കുന്നു, സിൽക്ക് എവിടെ ഇരിക്കുന്നു? യെസ്, വലതുകൈയിലല്ല, ടേബിളിലല്ല. സ്വാഭാവികമായി സിൽക്ക് ഇരിക്കുന്നത് ഇടതുകൈയിലാണ്. അതേസമയം മാജിക്കിന്റെ മന്ത്രം ഹോക്കസ് പോക്കസ് അബ്രകഡാബ്ര എന്ന് പറഞ്ഞുകൊണ്ട് കൈ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്ന സിൽക്ക് അല്ല, നേരെ മറിച്ചൊരു കോഴിമുട്ടയാണ്. അതായത് നിമിഷ നേരം കൊണ്ട് സിൽക്കിനെ കോഴിമുട്ടയാക്കുന്ന ജാലവിദ്യയാണ് ഇവിടെ ഞാൻ അവതരിപ്പിച്ചത്. ഇതിന്റെ രഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പഠിക്കാൻ തയ്യാറാണോ? ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ, രഹസ്യം പുറത്താരോടും പറയരുത്. രണ്ടാമതായി, ജാലവിദ്യ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന ഉടനെ ഈ തരത്തിലൊരു കോഴിമുട്ട കയ്യിലെടുക്കുക. അതിനുശേഷം ഇതിനകത്തുള്ള കണ്ടൻസ് ശക്തിയായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യണം. ഈ ഭാഗത്തും ഈ ഭാഗത്തുമായി ചെറിയൊരു ദ്വാരങ്ങൾ ഉണ്ടാക്കണം. ഒരു ദ്വാരത്തിലൂടെ അകത്തുള്ള കണ്ടൻസ് വലിച്ചു കുടിക്കണം. മുട്ടയ്ക്കകം സോപ്പ് വെള്ളം ഒഴിച്ച് കഴുകണം, വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. യു ആർ റെഡി ഫോർ ദി മാജിക്. ഇനി മാജിക്കിന്റെ പരമപ്രധാനമായ രഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് കോഴിമുട്ടയുടെ ഒരു ഭാഗത്തായി ഈ തരത്തിൽ ഒരു ഹോൾ നിങ്ങൾ വെട്ടിയുണ്ടാക്കണം. ഇതിനകത്താണ് ചുവപ്പ് നിറത്തുള്ള സിൽക്കിനെ കാണികൾ കാണാതെ നമ്മളിങ്ങനെ സൂക്ഷിപ്പിക്കുന്നത്. മനസ്സിലായോ? മുട്ട പൊട്ടിപ്പോകാതിരിക്കാനായി ഇതിനകത്തൽപ്പം ഫെവിക്കോൾ പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. തയ്യാറായി കഴിഞ്ഞു, ഇനി മാജിക് അവതരിപ്പിച്ചാൽ മതി. ജാലവിദ്യ അവതരിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് നിങ്ങൾ വേദിയിലേക്ക് വരുന്നു. കാണികൾ കാണാതെ എക്ഷൽ ഇടത് കൈയിൽ ഇങ്ങനെ പിടിക്കുന്നു.
വലത് കൈയിൽ സിൽക്കിനെ കാണിക്കുന്നു. വലത് കൈക്കും ഇടത് കൈക്കും ഇടയിൽ സിൽക്കിനെ ബോളിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വലത് കൈയിന്റെ ചൂണ്ടുപൽ ഉപയോഗിച്ചുകൊണ്ട് സിൽക്കിനെ ഷെല്ലിനകത്തേക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ തള്ളിക്കയറ്റണം. പരിപൂർണമായിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ കോഴിമുട്ടയെ കാണിക്കാൻ. പക്ഷെ ഒരു കണ്ടീഷൻ, വലത് കൈയിന്റെ തള്ളപൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോളിന്റെ ഭാഗം മറച്ചു പിടിച്ചതിന് ശേഷം മാത്രമേ കോഴിമുട്ടയെ കാണികൾക്ക് കാണിച്ചു കൊടുക്കാവൂ. എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ മുട്ട ഒന്ന് തിരിച്ചു കാണിച്ച് എന്ന് ഏതെങ്കിലും ബിരുദന്മാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ധൈര്യമായി കോഴിമുട്ടയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തിരിച്ചു കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് തിരിക്കേണ്ടത്? തിരിക്കുന്ന സമയത്ത് കൈ മാത്രം ഇങ്ങനെ തിരിച്ചാൽ മതി, കോഴിമുട്ട തിരിക്കരുത്. മനസ്സിലായല്ലോ? ഇതിനാണ് ഞാൻ അവതരിപ്പിക്കുക. എന്തെങ്കിലും കാരണവശാൽ അറിയാതെ കോഴിമുട്ട തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അബദ്ധമാവും. അതുകൊണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ധൈര്യമായിട്ട് കോഴിമുട്ടയെ കാണിച്ചു കൊടുക്കാം. പക്ഷേ ഏതൊരു മാജിക്കിന്റെ ക്ലൈമാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജാലവിദ്യക്കാരൻ മാജിക് വാൻഡോ മാജിക് പൗഡർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കോഴിമുട്ട നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാലും നേരിട്ട് കാണിച്ചു കൊടുക്കരുത്. വലത് കയ്യിലിരിക്കുന്ന കോഴിമുട്ടയെ കാണികൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത് കയ്യിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. ടേബിളിൽ നിന്ന് മാജിക് പൗഡർ കയ്യിലെടുക്കണം. മാജിക് പൗഡർ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. ഒരു സോൾട്ട് ഷേക്കർ വാങ്ങിക്കുക. ആവശ്യമെങ്കിൽ അല്പം ഉപ്പോ പൗഡറോ എന്തെങ്കിലും സാധനം ഇതിനകത്ത് നിറയ്ക്കുക. എന്നിട്ട് ഇടത് കയ്യിലിരിക്കുന്ന കോഴിമുട്ടയുടെ മുകളിലായി വിതർന്ന പോലെ ആക്ഷൻ കാണിക്കുക. ഇനി ധൈര്യമായിട്ട് കോഴിമുട്ടയെ കാണിച്ചു കൊടുക്കാം. മാജിക്കിന്റെ മന്ത്രം പറയൂ, കൈ തുറക്കൂ, കോഴിമുട്ടയെ കാണിക്കൂ. ശ്രദ്ധിക്കുക, സിൽക്ക് കാണരുത്, കോഴിമുട്ട ഇങ്ങനെ മാത്രം പിടിക്കുക. എന്തെങ്കിലും കാരണവശാൽ തിരിച്ച് കാണിക്കുന്ന സമയത്ത് അറിയാതെ കോഴിമുട്ട തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അബദ്ധമാവും. കാണികൾ നിങ്ങളോട് വിളിച്ചു പറയും ഇത് യഥാർത്ഥമുള്ള കോഴിമുട്ട അല്ല എന്ന് വിളിച്ചു പറയും. എങ്കിലും നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി പറയണം, യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഈസ് എ റിയൽ എഗ്. അപ്പൊ കാണികൾ ചോദിക്കും, പിന്നെന്താണ് ആ ചുവന്ന സാധനം എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന പക്ഷേ നിങ്ങൾ ചുവപ്പ് നിറത്തുള്ള പോഷൻ നിങ്ങൾ ഇങ്ങനെ പറിച്ചെടുക്കണം. എന്നിട്ട് ഫു എന്ന് പറഞ്ഞ് തൂതിക്കളയണം. എന്നിട്ട് പറയണം ദിസ് ഈസ് റിയൽ എഗ്. വീണ്ടും കാണികളുടെ മുഖത്ത് സംശയം വരുന്നുണ്ടെങ്കിൽ ധൈര്യമായ ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്ത് മേശപ്പുറത്ത് വെക്കണം. എന്നിട്ട് കാണികൾ എല്ലാവരും കാണുക കോഴിമുട്ട ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പറയണം, യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഈസ് എ റിയൽ 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 എഗ്. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. മാജിക് ഇപ്പോൾ പഠിക്കാൻ സാധിച്ചതിന് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മന്ത്രിമാർക്കിടയിൽ, MLA മാർക്കിടയിൽ ഇന്ദ്രജാലം അഭ്യസിച്ച മാന്ത്രികരുണ്ട്. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് എത്രമാത്രം അറിയും എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഉദ്യോഗസ്ഥർക്ക് എത്രമാത്രം അറിയുമെന്നുകൂടി അറിഞ്ഞുകൂടാ എനിക്ക്. മാജിക് അക്കാദമി 1996 ഇവിടെ ആരംഭിച്ച സമയം മുതൽ അവിടുന്ന് ഇന്ദ്രജാലത്തിന്റെ ഹരിശ്രീ കുറിച്ച് പല സമയങ്ങളിലും മാജിക്കിന്റെ പാഠങ്ങൾ പഠിച്ച ഒരു വ്യക്തിയാണ് ശ്രീ MK മുനിയർ, ബഹുമാനപ്പെട്ട മന്ത്രി. അദ്ദേഹവും ഞാനും ചേർന്ന് മലപ്പുറത്ത് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാലവിദ്യ അവതരിപ്പിക്കുകയുണ്ടായി. മാജിക് ഓഫ് എന്നായിരുന്നു അതിന്റെ പേര്. മുതുകാട് ദി മജീഷ്യൻ, മുനീർ ദി മിനിസ്റ്റർ ഇൻ മലപ്പുറം, എല്ലാം എമ്മിലായിരുന്നു തുടക്കം. അതിന്റെ അടിസ്ഥാനവും മതസൗഹാർദ്ദമായിരുന്നു. അതിനുശേഷം വിമൻസ് കോളേജിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ KP മോഹനൻ അദ്ദേഹം ഒരു ജാലവിദ്യ അവതരിപ്പിച്ചു. ജാലവിദ്യയുടെ പേര് കൂടുവിട്ട് കൂടുമാറ്റമായിരുന്നു. പക്ഷേ മാന്ത്രികനെ പോലും അത്ഭുതപ്പെടുത്തുകൊണ്ട് കൂടുവിട്ട് കൂടുമാറ്റത്തിന് പകരം അദ്ദേഹം കൂട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറി. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് വീട്ടിലായിരുന്നു. അത് മറ്റൊരു അത്ഭുതം. അതേസമയം മാജിക്കിനെ ശക്തമായ ഒരായുധമാക്കി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാശക്തി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ AK ബാലൻ അദ്ദേഹം ജാലവിദ്യയെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് മാജിക്കിലൂടെ സേവ് എനർജി എന്ന് പറയുന്ന ഒരു സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി പല വേദികളിലും, കേരളത്തിന്റെ പല വേദികളിലും അദ്ദേഹം ജാലവിദ്യ അവതരിപ്പിച്ചു. തിരുവനന്തപുരത്ത്, അതിനുശേഷം കോഴിക്കോട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അദ്ദേഹം സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി ജാലവിദ്യ അവതരിപ്പിച്ചു. ഇങ്ങനെ മാജിക്കുമായിട്ട് ബന്ധമുള്ള, മാജിക്കിന്റെ രസം നുകർന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. സ്വാഭാവികമായിട്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും അവരുടെ മാജിക് ഒന്ന് കണ്ടാൽ തിരക്കേടില്ല എന്നുള്ളത്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇത്രമാത്രം പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ വെച്ച്, നിയമസഭയ്ക്ക് അകത്തുള്ളൊരു വേദിയിൽ വെച്ച് ഞാൻ അതിനൊരു അവസരം ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ പ്രോത്സാഹനവും അനുഗ്രഹവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി MK മുനിയർ അവരെ ഞാൻ വേദിയിലേക്ക് സൗകര്യം ക്ഷണിക്കുന്നു. സർ. സഹായിയാവുകയാണ്. അദ്ദേഹം ജാലവിദ്യ അവതരിപ്പിക്കുന്നു.
സോ ദാറ്റ് ഈസ് ദി ലെവിറ്റേഷൻ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി ഇല്ലാതെ ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഇന്ദ്രജാലം. താങ്ക് യു മുനീർ സർ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു വെരി മച്ച്. സ്വാഭാവികമായിട്ടും മാജിക്കിനെ ഒരു ഉപാധിയാക്കുക അവരവന്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജാലവിദ്യ അവതരിപ്പിക്കുന്ന ഏറ്റവും രസകരമാണ്. ബഹുമാനപ്പെട്ട KP മോഹൻ ജാലവിദ്യ അവതരിപ്പിക്കുന്ന സമയത്ത് അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ജാലവിദ്യ അവതരിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. KP മോഹൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ മുതുകാട് മാജിക് കാണിക്കുന്നു, ഞാൻ യാഥാർത്ഥ്യം കാണിക്കുകയാണ്. മുനീർ ഇവിടെ മാജിക് കാണിച്ചു, ഞാൻ നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറി എങ്ങനെ നമുക്ക് കൊണ്ടുവരിക എന്നത് കാണിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, സ്നേഹത്തോടു കൂടി സഹകരിക്കുക. എന്തെല്ലാമോ മുൻകൂട്ടി എഴുതി വെച്ച ഒരു ക്ലോത്ത് ബണ്ടിൽ. ഈ ബണ്ടിലിനകത്ത് എന്താണ് എഴുതിയത് എന്നുള്ള കാര്യം ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരും കാണുക തന്നെ ഈ ക്ലോത്ത് ബണ്ടിൽ ഈ തുണി കവറിനകത്ത് വെക്കുന്നത് ശ്രദ്ധിക്കുക. 2 വിലപ്പെട്ട സിഗ്നേച്ചറുകൾ എനിക്ക് ആവശ്യമായുണ്ട്. സോ ഐ ആം കമ്മിങ് ഓവർ ആൻഡ് റെസ്പെക്ടഡ് മാനി സാർ, യു കൻ പുട്ട് യുവർ സിഗ്നേച്ചർ ഓൺ വൺ സൈഡ്. Your signature, sir. And K. Babu sir, you can put your signature on the other side. വളരെ വിലപ്പെട്ട 2 സിഗ്നേച്ചറോട് കൂടിയുള്ള ഈ ക്ലോത്ത് ബണ്ടിൽ, മാണി സാറിന്റെയും അതുപോലെ തന്നെ ബാബു സാറിന്റെയും 2 സിഗ്നേച്ചറോട് കൂടിയുള്ള ഈ ക്ലോത്ത് ബണ്ടിൽ നിങ്ങൾ എല്ലാവരും കാണുക തന്നെ ഈ വുഡൻ ബോക്സിനകത്ത് വയ്ക്കുന്നത് ശ്രദ്ധിക്കുക.
എല്ലാം തികച്ചും സുരക്ഷിതമാണ്, ഭദ്രമാണ്. ഓരോ പെട്ടികളും പൂട്ടിക്കഴിഞ്ഞ ശേഷം അതിന്റെ താക്കോലുകൾ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും അതുപോലെ MLA-മാരുടെയും കയ്യിൽ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പെട്ടി പൂട്ടിക്കഴിഞ്ഞ ശേഷം ഇതിന്റെ ഏറ്റവും അടിയിലുള്ള പെട്ടിക്കകത്താണ് ക്ലോത്ത് ബണ്ടിൽ. ആ ബണ്ടിലിനകത്താണ് എന്താണ് എഴുതിയത് എന്നറിയാത്ത ക്ലോത്ത് ബണ്ടിൽ. നിങ്ങൾ എല്ലാവരും കാണുക തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഇരുമ്പ് പെട്ടിയിലേക്ക് ഈ ബണ്ടിൽ, ഈ ക്ലോത്ത് ബണ്ടിൽ ഈ പെട്ടിയോടുകൂടി മാറ്റുന്നത് ശ്രദ്ധിക്കുക. ഇനിയാണ് കാണികളുടെ ഊഴം. എന്റെ കയ്യിലുള്ളതൊരു ഫ്ലൈങ് ഡിസ്ക് ആണ്. ഈ ഡിസ്ക് ഞാൻ അങ്ങോട്ട് എറിയുന്നു. കാറ്റിന്റെ ഗതി അനുസരിച്ച് ഡിസ്കിന് എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാം. ആരുടെ കയ്യിലാണോ ഡിസ്ക് വന്നു വീഴുന്നത് അവർക്കാണ് അഭിപ്രായം പറയുവാനുള്ള അവസരം, ഈ മാജിക്കിൽ പങ്കെടുക്കാനുള്ള അവസരം. ആൻഡ് ഹിയർ ഇസ് ഫ്ലൈങ് ഡിസ്ക്. സോ പ്ലീസ്. വണ്ടർഫുൾ. ഓൾറൈറ്റ്. വാട്ട്സ് യുവർ നെയിം? ബീന. ബീന. ബീന എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഓഫീസ് അറ്റൻഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഓഫീസ് അറ്റൻഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ ബീന, നിയമസഭയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്? അതെ. ഓക്കെ, ഞാൻ എഴുതുന്നു ബീനയുടെ പേരാദ്യം. എവിടെ ബീനയുടെ സ്വദേശം? ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ ബീന, എന്റെ ചോദ്യം ഇതാണ്. നമ്മുടെ ഭാരതം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? കുഴക്കുന്ന ചോദ്യമാണോ? ആണോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. തീവ്രവാദം, വിഘടനവാദം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഭാരതത്തിൽ. സ്വാഭാവികമായിട്ടും ഭാരതം ഏറ്റവും ഉയരത്തിലേക്ക് കുതിക്കണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കണമെന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. പക്ഷേ അതിന് പ്രതിബന്ധമായി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. എന്താണ് ബീനയെ സംബന്ധിച്ചിടത്തോളം ബീന നോക്കിക്കാണുന്ന സമയത്ത് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സാമ്പത്തികം. ഓക്കെ, ബീന പറയുന്നു സാമ്പത്തികമാണ് ഭാരതത്തിന്റെ പ്രശ്നം എന്നുള്ളത്. ഒരു സമ്പന്ന രാഷ്ട്രമായിട്ട് ഭാരതം മാറുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം എന്നുള്ളതാണ് ബീന പറയുന്നത്. സാമ്പത്തികം അതാണ് ഭാരതത്തിന്റെ പ്രശ്നം എന്ന് ബീന പറയുന്നു. ഓക്കെ, ബീന കയ്യിലുള്ള ഫ്ലൈൻഡിസിന് ബീനയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അറിയാം. എങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. യുവർ ചോയ്സ്. MLA-മാർക്കിടയിൽ വന്നാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. എനിക്ക് നിൽക്കാം. പേര്? മല്ലികാദേവി. മല്ലിക. ഓക്കെ, മല്ലികയോട് എന്റെ ചോദ്യം ഇതാണ്. മല്ലികയുടെ പേര് ഞാൻ എഴുതുന്നു, മല്ലിക. ഓക്കെ മല്ലിക, നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തൊഴിലില്ലായ്മ. ഓക്കെ, തൊഴിൽ അതാണ് നമ്മുടെ കേരളത്തിന് വേണ്ടത്. എല്ലാവർക്കും തൊഴിൽ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. മല്ലിക പറയുന്ന തൊഴിൽ. ഓക്കെ, മല്ലിക എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്? ഞാൻ നിയമസഭയിൽ അസംബ്ലി അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വണ്ടർഫുൾ. ഓൾറൈറ്റ് മല്ലിക, കയ്യിലുള്ള ഫ്ലൈൻഡിസിനെ എറിയാം എങ്ങോട്ടെങ്കിലും. പ്ലീസ്, യുവർ ചോയ്സ്. എങ്ങോട്ട് വേണമെങ്കിലും എറിയാം. ഓക്കെ, പേര്? സാറിന്റെ പേര്? രവീന്ദ്രൻ. രവീന്ദ്രൻ. എവിടെയാണ് സ്വദേശം? പാലക്കാട്. ഓക്കെ, പാലക്കാട്. ഓക്കെ രവീന്ദ്രൻ, എന്റെ ചോദ്യം ഇതാണ്. പാലക്കാട് നേരിടുന്ന, താങ്കളുടെ സ്വദേശം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സ്വദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത്, യു ക്യാൻ സേ ദാറ്റ്. കൃഷിയാണ്. ഓക്കെ, KP മോഹൻ സാർ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സോ അദ്ദേഹം അതിനുവേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ രവീന്ദ്രൻ പറയുന്നു കൃഷിയാണ് നമ്മുടെ കേരളം, ഭാരതം മുഴുവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൃഷിയുടെ പ്രശ്നം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഉത്തരങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഉത്തരങ്ങളാണ്, വളരെ പെട്ടെന്ന് കിട്ടിയ ഉത്തരങ്ങളാണ്. പക്ഷേ വളരെ കാതലായിട്ടുള്ള ഉത്തരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ബീന ഇവിടുത്തെ ഉദ്യോഗസ്ഥയാണ്. ബീന പറയുന്നത് സാമ്പത്തികമാണ് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സാമ്പത്തിക രംഗത്ത് ഭാരതം കുതിച്ചുയരണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മല്ലിക പറയുന്ന തൊഴിലാണ് കേരളത്തിന്റെ പ്രശ്നം എന്നുള്ളത്. എല്ലാവർക്കും തൊഴിൽ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് കേരളം സ്വപ്നം കാണുന്ന കാര്യം. രവീന്ദ്രൻ പറയുന്നു, പാലക്കാട് നിന്നുള്ള രവീന്ദ്രൻ പറയുന്നു കൃഷിയാണ്. തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയാകുമ്പോൾ രവീന്ദ്രനോട് പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. കൃഷിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കിടയിലേക്ക് ഫ്ലൈങ് ഡിസ്ക് വന്നു, നിങ്ങളാണ് ഉത്തരം കണ്ടെത്തിയത്, നിങ്ങളാണ് ഉത്തരം പറഞ്ഞത്. ആർക്കിടയിലേക്ക് വരും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കുവാൻ സാധ്യമല്ല. ബട്ട് വി ആർ ഗോയിങ് ടു ദാറ്റ് ബോക്സ്.
എനിക്ക് ഏറെ പ്രിയപ്പെട്ട ആര്യാടൻ സാറിനെ ഞാൻ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു സർ, പ്ലീസ്. പെട്ടി ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. ഞാൻ തൊടുന്നില്ല. താക്കോൽ ഇവിടെയുണ്ട്. ആൻഡ് ദിവ്യ യു ക്യാൻ ഹെൽപ്പ്. അത് പെട്ടി അങ്ങേക്ക് തന്നെ തുറക്കാം. അതിനകത്ത് ആ ക്ലോത്ത് ബണ്ടിലുണ്ട്. മാണി സാറും അതുപോലെ തന്നെ കെ ബാബു സാറും ഒപ്പിട്ടിട്ടുള്ള ക്ലോത്ത് ബണ്ടിൽ. അതിനകത്തുള്ള ക്ലോത്ത് ബണ്ടിൽ പുറത്തിറക്കാം സാർ. നമ്മൾ നേരത്തെ എഴുതി വെച്ച അതേ ക്ലോത്ത് ബണ്ടിൽ. ഓൾറൈറ്റ്, അതിന്റെ കറുത്ത സ്റ്റാപ്പ് നീക്കം ചെയ്യാം. ഓക്കെ, ഇനി ഞാനും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാക്കയും ചേർന്ന് ഇത് ഒരുമിച്ച് തുറക്കുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മാജിക് ഹാപ്പൻഡ്. വീണ പറയുന്നു സാമ്പത്തികമാണ് പ്രശ്നം എന്നുള്ളത്, മല്ലിക പറയുന്നു തൊഴിലാണ് പ്രശ്നം എന്നുള്ളത്, രവീന്ദ്രൻ പറയുന്നു കൃഷിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്. ഇവിടെ ഞാനും നിങ്ങളും ഒന്നാവുന്നു. താങ്ക് യു സോ മച്ച്. ശാസ്ത്രം വളരുമ്പോൾ ഇന്ദ്രജാല ലോകം പരാജയപ്പെടുമെന്നൊരു ധാരണ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ധാരണാസ്ഥാനത്താണ്. കാരണം മാജിക് ശാസ്ത്രമാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും സൈക്കോളജിയും ഒരു കലയുമായി സമന്വയിക്കുമ്പോഴാണ് ജാലവിദ്യ എന്ന് പറയുന്ന കലാപരിപാടി രൂപമെടുക്കുന്നത്. നിർഭാഗ്യവശാൽ മാജിക്കിന്റെ ബാലപാഠങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം സൃഷ്ടിച്ച് ശിവലിംഗം ഛർദ്ദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾദൈവങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചു വരുന്നു. അവരെ തിരിച്ചറിയുക. മാജിക് 100% ശാസ്ത്രമാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതുക എന്നുള്ളതാണ് ഒരു മാന്ത്രികന്റെ ഉത്തരവാദിത്വവും ചുമതലയും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മാജിക് ശാസ്ത്രമാണെന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഇന്ദ്രജാലമാണ് അടുത്തത്. സോ പ്ലീസ് വാച്ച് ഓവർ ഹിയർ.
പവിത്രമായ വേദിയിൽ വെച്ച് ഒരു കാര്യം തുറന്നു പറയേണ്ടതുണ്ട്. പല വേദികളിലും ജാലവിദ്യാ പരിപാടികൾ അവതരിപ്പിച്ചതിന് ശേഷം കാണികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡു യു ഹാവ് എ ട്വിൻ ബ്രദർ? പെട്ടിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ജാലവിദ്യ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇതാണ്, ഒരു ഇരട്ട സഹോദരൻ ഉണ്ടെന്നുള്ള ചോദ്യം. പക്ഷേ ഇന്നത്തെ ഈ വേദിയിൽ വെച്ച് എല്ലാ മന്ത്രിമാരും എല്ലാ നിയമസഭാ സാമാജികരും ഇരിക്കുന്ന സമയത്ത് ഒരു സത്യം ഞാൻ തുറന്നു പറയുകയാണ്. എത്രയോ കാലമായി മറച്ചു വെച്ചിരുന്ന ഒരു കാര്യം. യെസ്, ഐ ഹാവ് എ ട്വിൻ ബ്രദർ ആൻഡ് ഹിസ് നെയിം ഈസ് ഗോപിനാഥ് ആൻഡ് മൈ നെയിം ഈസ് മുതുകാട്. ദാറ്റ് ഈസ് വൈ ഗോപിനാഥ് മുതുകാട്. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ 1.5 മണിക്കൂറെ ഞാൻ ഈ വേദിയിൽ വിറക്കുകയാണ്. ആൻഡ് ഹീ സിംപ്ലി സിറ്റിംഗ് ഇൻസൈഡ് ദി ഗ്രീൻ റൂം. അവിടെ തൊപ്പിയും വെച്ച് കണ്ണടയും വെച്ചിരിക്കുന്നുണ്ട്, മന്ദബുദ്ധിയെ പോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയത്. ഐ എം സോറി ഫോർ ദാറ്റ്. ഡു യു വാണ്ട് ടു സീ മൈ ട്വിൻ ബ്രദർ? Do you want to see? All right, Babu, can you arrange a camera inside? Is ready there? And the project is here. Ladies and gentlemen, respected members, you can see here the Cine Magic.
ഭാരതത്തിന്റെ അഖണ്ഡതയുടെയും ഐക്യത്തിന്റെയും സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാലവിദ്യ കൂടി അവതരിപ്പിച്ചുകൊണ്ട് മുതുകാട് മാജിക്കൽ എന്റർടൈനേഴ്സ് അവതരിപ്പിക്കുന്ന ഈ ജാലവിദ്യ പരിപാടിക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. അതിനു മുമ്പായി എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കാണികളോട്, വിശിഷ്ടാതിഥികളോട്, ബഹുമാനപ്പെട്ട മന്ത്രിമാരോട്, MLA മാരോട്, കുടുംബാംഗങ്ങളോട് ഗുഡ് ബൈ പറയേണ്ടതുണ്ട്. No need to say goodbye. ഞാൻ നിങ്ങളോട് ഗുഡ് ബൈ പറയേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ നിന്ന്, മലയാളികളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും വിട്ടുപോകാനാവില്ല. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന് മുതുകാടുന്ന കലാകാരനൊരു സ്ഥാനമുണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 1000 നന്ദിയാണ്. ഈ ജലവിദ്യാ പരിപാടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിച്ച് കൈയടിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച പ്രിയപ്പെട്ട MLA മാർ, കുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, മുഖ്യമന്ത്രി, ഏകദേശം പകുതി വരെ തന്നെ പരിപാടിക്കുണ്ടായിരുന്നു. എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സ്വപ്നമാണ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ അതേ ഓഡിറ്റോറിയത്തിൽ തന്നെ ഒരു പരിപാടി നടത്തുവാനുള്ള സൗഭാഗ്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഭാരതത്തിൽ ആർക്കും ഒരു കലാകാരൻ നേടാൻ സാധിക്കാത്ത ഒരു സൗഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ബഹുമാനപ്പെട്ട ശക്തൻ സാറിനോട് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. തൊട്ടടുത്ത് വന്ന് കൈതൊട്ട് എൻ്റെ ഹൃദയം, താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച് സാർ. വേദിക്ക് മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും നമുക്കെല്ലാവർക്കും അറിയാവുന്നവരാണ്, എല്ലാവരും അറിയാവുന്നവരാണ്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. പാലോട്ട് രവിചേട്ടനുണ്ട്, C ദിവാകരൻ സാറുണ്ട്, ബാലേട്ടനുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും രാധാകൃഷ്ണൻ സാറുണ്ട്, തെറമ്പിൽ സാർ അവിടെ ഇരിക്കുന്നുണ്ട്. മുമ്പ് അദ്ദേഹം സ്പീക്കറായിരിക്കുന്ന സമയത്താണ് അന്ന് ഒരു ജലവിദ്യാ പരിപാടി ഇവിടെ അവതരിപ്പിച്ചത്. KC ജോസഫ് മിനിസ്റ്ററുണ്ട്. എല്ലാവരും ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്ന സമയത്ത് പലതും വിട്ടുപോകുമെന്നുള്ള ഭയം കൊണ്ടാണ് പറയാതെ പോകുന്നത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സോ എനിക്ക് എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ഒരു വലിയൊരു ഒരു സന്തോഷത്തിന്റെ ഒരു നിർവൃതിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത്രയും നേരം ഈ പരിപാടി നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, സാഫല്യമാണ്. അതുകൊണ്ട് എല്ലാവരോടും ഒറ്റ വാക്കിൽ സ്നേഹം, എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ജാലവിദ്യാ പരിപാടിയുടെ ഏറ്റവും അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ ഈ ജാലവിദ്യാ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഓരോ ദിവസവും സൂര്യൻ ഉദിച്ചുയരുമ്പോഴും അസ്തമിക്കുമ്പോഴും ഒക്കെ ഭാരതത്തിന്റെ വടക്കൻ മേഖലകളിൽ എന്ത് സംഭവിക്കുമെന്നറിയാത്ത ഒരു വല്ലാത്ത രംഗലാപ്പിലാണ് പലപ്പോഴും നമ്മൾ. തീവ്രവാദികളും വിഘടനവാദികളും ഭാരതത്തിന്റെ അതിർത്തി മേഖലകളിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നു. ഈ അവസരത്തിൽ ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ജാലവിദ്യ. ഈ ജാലവിദ്യ ഇന്ത്യയിലുടനീളം ഞങ്ങൾ അവതരിപ്പിച്ച ജാലവിദ്യയാണ്. ഭാരതത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയ പരിപാടിയാണ് ഇത്. വിസ്മയ ഭാരതയാത്രയിലും മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന പരിപാടിയിലും വിസ്മയ സ്വരാജ് യാത്രയിലുമൊക്കെ ഈ ജലവിദ്യാ പരിപാടി പലപ്പോഴും ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്, ഭാരതത്തിന്റെ ഏറ്റവും വലിയ വിസ്മയം എന്ന് പറയുന്നത്, ഒരു ലോകത്ത് ഒരു രാജ്യത്തും ദർശിക്കുവാൻ സാധിക്കാത്ത അത്രമാത്രം വർണ്ണങ്ങളും വൈവിധ്യങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും വേഷങ്ങളും എല്ലാം കാണുന്നത് ഒരേ ഒരു രാജ്യത്ത് മാത്രമാണ്. അതാണ് നമ്മുടെ ഭാരതം. നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ഭാരതത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും എല്ലാ വിശേഷണങ്ങളും എല്ലാ വൈവിധ്യങ്ങളും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നതാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഇന്ദ്രജാലം. ആ ഭാരതത്തിനെ ഒരു വിഘടനവാദിക്കും ഒരു തീവ്രവാദിക്കും വെട്ടിക്കയറാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതിനുള്ള സന്ദേശമാണ് അടുത്ത ജാലവിദ്യയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ ജാലവിദ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഭാരതം, ഐക്യഭാരതം. നോക്കൂ, എത്ര സുന്ദരമാണ് നമ്മുടെ ഭാരതം. എന്തൊക്കെ വേഷങ്ങൾ, എത്രയെത്ര ആചാരങ്ങൾ, എന്തൊക്കെ സംസ്കാരങ്ങൾ. നാനാത്വത്തിൽ ഏകത്വം, അതാണ് നമ്മുടെ ഭാരതത്തിന്റെ മഹത്വം. देखिए हमारा भारत.
സുരക്ഷയും. നമ്മുടെ ദേശീയതയുടെ 3 നിറങ്ങൾ. ഈ നിറങ്ങളെയാണ് തീവ്രവാദികളും വിഘടനവാദികളും വെട്ടിമുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഭാരതത്തിന്റെ മക്കൾ, കേരളത്തിന്റെ മക്കൾ അതിനനുവദിച്ചുകൂടാ. നമ്മുടെ സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധിയും 10,000-കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളും രക്തവും വീർപ്പും ചിന്തി വാങ്ങി നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെയാണ് മതമൗലികവാദികൾ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുന്നത്. നാം മനുഷ്യനെ സ്നേഹിക്കുന്നവർ, ഭാരതത്തെ സ്നേഹിക്കുന്നവർ അതിനനുവദിച്ചുകൂടാ. അനുവദിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് നഷ്ടമാകുന്നത് ഇതാണോ നാം അഭിമാനത്തോടുകൂടി നെഞ്ചുവിരിച്ചു പറയുന്ന നമ്മുടെ ഭാരതം? ഇവിടെ നമ്മുടെ ഭാരതത്തെ പൂർണ്ണമായി ദർശിക്കുവാൻ നമുക്കാകുന്നില്ല. ഇവിടെ നമ്മുടെ ഭാരതം പൂർണ്ണമാകുന്നില്ല. വിഘടനവാദികളും വർഗീയ ശക്തികളും ഭാരതത്തെ വെട്ടിക്കേറിക്കൊണ്ട് അവർക്ക് ഓരോ സാമ്രാജ്യം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഇന്ന് മുന്നിലുള്ള പ്രിയപ്പെട്ട അംഗങ്ങളോട് ഞാൻ പറയുന്നു, ഏത് മതത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാലും, ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാലും നാം എല്ലാം ഭാരതീയരാണ്. നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ തീവ്രവാദികളെയും വിഘടനവാദികളെയും ചെറുത്തോൽപ്പിക്കുന്നതിന് വേണ്ടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. Jai